അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ തന്നെ മുങ്ങണം. മുക്കിയാൻ പറ്റത്തോളൂ, മുക്ക്. ഇതെന്നെ മനഃപൂർവ്വം പാടാണ്. വീട്ടിലുള്ളവർക്ക് ഒരു സമാധാനം ഇല്ല. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ചാലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മയുടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാനല്ല, ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ചേച്ചിയുടെ പിള്ളേർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കുറച്ച് അമ്മയോട് ചോദിക്കും. അതിനകത്ത് ആരാണോ ആ കാര്യം ചെയ്യുന്നത് അവരെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ ചേച്ചി വരുന്ന. മോനിഷ, വെൽക്കം ടു മൈ ചാനൽ. താങ്ക് യു. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം, മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടങ്ങാമോ? ഓക്കെ ഓക്കെ, ചോദിച്ചോ. ദേഷ്യം അതെ ഗൈസ്, എനിക്കാണ് ദേഷ്യം. എനിക്കല്ല, പണ്ട് അക്കയ്ക്കായിരുന്നു ദേഷ്യം, പക്ഷെ ഇപ്പൊ ഞാനത് അവൾക്ക് കൊടുത്തേക്കും. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അടുത്ത മടി കൂടുതലോ? മടി രണ്ടുപേർക്ക് ഇല്ല. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ മടിയായിട്ടില്ല. മടിയുള്ള ഫാമിലി അല്ല, മടിയായിട്ടില്ല ഞങ്ങൾക്ക്. ആരാണ് നല്ലതുപോലെ പാചകം ചെയ്യുന്നത്? അമ്മ മുക്കണില്ല കേട്ടോ. ഇത് കള്ളക്കളിയോട്ടെ. എന്നെ മുക്കുന്ന അക്കയെ മുക്കുന്ന അക്കയെ നോക്കേ, അക്ക മുക്ക്. ഇല്ല, മുക്കിയാൻ പറ്റത്തോളൂ, മുക്ക്. ഇങ്ങനെ വേണം മുക്കാൻ. അടുത്ത ഭക്തിയോ? പ്രയർ. ഭക്തി എന്നല്ല, അങ്ങനെ എപ്പോഴും അമ്പലത്തിലും പള്ളിയിലൊന്നും പോകാറില്ല. പോകുന്ന ആണ്ടിൽ ഒരിക്കലായിരിക്കും, പക്ഷെ പോകുന്ന സമയം ഭയങ്കര വിശ്വാസം. അതെ, പ്രായം അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ തന്നെ മുങ്ങണം. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളു യുക്കമ്മ. ചോദിക്കേണ്ട കാര്യമില്ല, എനിക്ക് ചാനലില്ല. അപ്പൊ പിന്നെ അവിടെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ആരാണ്? സത്യം പറയാനോ, നമുക്ക് സമാധാനത്തോടെ ഒരു വേർഡ് സംസാരിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ്. അപ്പൊ അതിന് അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, പറ്റത്തില്ല. ഇംഗ്ലീഷ് ടീച്ചർ നമ്മളെ തിരുത്തി കൊടുക്കണം. അതെ, ഇംഗ്ലീഷ് ടീച്ചറാണ്, അതുകൊണ്ട് ഭയങ്കര പാടാണ്. വീട്ടിലുള്ളവർക്ക് ഒരു സമാധാനം ഇല്ല. ആരാണ് കൂടുതൽ മണ്ടത്തരം പറയുന്നത്? അതാണ് എന്നെ ഉദ്ദേശിച്ചല്ല ക്വസ്റ്റ്യൻ എഴുതിയത്. ഐഫോൺ സ്വന്തമായിട്ടുള്ളത്? നന്നായി കാർ ഡ്രൈവ് ചെയ്യുന്നത് ആരാണ്? ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യും. ആർക്കാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളത്? അതെ, മുക്കം വെച്ച് സ്നേഹത്തോടെ മുക്കണം. എന്തൊക്കെയോ മുക്കുന്നതിനും വേണം ഒരു എന്തൊരു വൈരാഗ്യത്തോടെ മുക്കുന്നവരുള്ളൂ. അടുത്ത ആർക്കാണ് പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളത്? ട്രോളാനുള്ളൊരു സമയം ഞാൻ കൊടുക്കുന്നു. കൂടുതൽ ചെരിപ്പുള്ളത് കൂട്ടത്തിൽ
ആവേശം കയറി പകരാ സത്യത്തിൽ എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ അതിങ്ങനെ അങ്ങ് തീർക്കാൻ എനിക്ക് സംശയമുണ്ട്. ഇവരിൽ ആർക്കാണ് കൂടുതൽ അനുസരണശീലം കൂടുതലുള്ളത്? അനുസരണ അമ്മ ചിന്തിക്കുന്നത് കൺസർണില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞോ. അല്ല അമ്മ അത് ആലോചിച്ച് ആരാണ് കൂട്ടത്തിൽ ഫോട്ടോജനിക് കൂടുതൽ? അണ്ട് ഇതെന്നെ മനപൂർവ്വം പുക്കിയോ വയല് വിളക്കറി അതല്ല എന്നാ മനപ്പുറം മുക്കാൻ വേണ്ടിട്ട് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മനപ്പുറം ക്വസ്റ്റ്യൻസ് എഴുതിയതാ. സിമ്പിൾ ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ ആരാണ് എല്ലാ ദിവസവും കുളിക്കുന്നത്? ഇല്ല ചിരിച്ചു തീർക്കേ കയറിയതാ. വല്ലാത്ത വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളത് ആർക്കാണ്? എനിക്ക് ഒട്ടും വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല. അതെ അതെ, ഞാൻ ഒരു ദിവസം ഒരു കാരണം ഉണ്ടാക്കി പുറത്തിറങ്ങാൻ നോക്കാറുണ്ട്. ഓക്കെ നെക്സ്റ്റ്. പണ്ടേ അവളെ കുടുംബത്തിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനെ ഓക്കെ ഇവരിൽ ആർക്കാണ് സൗന്ദര്യം കൂടുതലുള്ളത്? അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്നത്തെ ചാലഞ്ച് നിങ്ങൾക്ക് നല്ല ഫണ്ണായിട്ട് തോന്നി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ 3 പേർക്ക് ആർക്കാണ് സൗന്ദര്യം കൂടുതൽ എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ബാക്കി ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഗൈസ്, ലവ് യു ഓൾ, ബൈ ബൈ ബൈ. ബൈ.